നമുക്കറിയാം ഈ ചൂടുകാലത്ത് നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് തണ്ണിമത്തൻ ജ്യൂസ് ഉൾപ്പെടെയുള്ള ശീതള പാനീയങ്ങളാണ്. നമ്മുടെ നാട്ടിലും തണ്ണിമത്തൻ വിളയിക്കാമെന്ന് തെളിയിച്ച യുവ കർഷകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷിയാസ് മൊയ്തീനും സുരേന്ദ്രനും തൃശൂർ എരുമപ്പെട്ടിയിലാണ് തണ്ണീർമത്തൻ വിപ്ലവം സൃഷ്ടിക്കുന്നത്. മനസ്സിന് കുളിർമയേകുന്ന ആ ദൃശ്യങ്ങളിലേക്ക്. എരുമപ്പെട്ടി കരിയന്നൂർ അമ്പലപ്പാട്ട് വിജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പാട്ടത്തിനടുത്താണ് ഓട്ടുപാറ സ്വദേശി ഷിയാസ് മൊയ്തീനും വെള്ളറക്കാട് സ്വദേശി സുരേന്ദ്രനും തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ആദ്യമായാണ് ഈ യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ എയ്യാൽ സ്വദേശി പ്രിയനും ഇവർക്ക് സഹായിയായി കൂടെയുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണിമത്തൻ കൃഷി മികച്ച വിളവാണ് ഇവർക്ക് സമ്മാനിച്ചത്. തീർത്തും ജൈവ രീതിയിൽ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച തണ്ണിമത്തൻ ഇടനിലക്കാരില്ലാതെ തോട്ടത്തിൽ നിന്ന് തന്നെ വിൽപ്പന നടത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഡയറക്റ്റ് ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വിഷരഹിത തണ്ണിമത്തനാണ്. കാരണം നമ്മൾ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 4.25 ഏക്കറുണ്ട്. 4.25 ഏക്കറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തണ്ണിമത്തനും അതേപോലെ ചീരയും പൊട്ടുവളരെയാണ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് വെസ്റ്റ് സീഡ് ഇന്റർനാഷണൽ നൽകിയ മുക്കാസ ബ്രാൻഡിലുള്ള തണ്ണിമത്തൻ വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. വിത്തിട്ട് 70 മുതൽ 80 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. ഒരു തണ്ണിമത്തന് 3 മുതൽ 4 കിലോ വരെ തൂക്കം വരും. 1 ഏക്കർ സ്ഥലത്ത് 15 ടൺ എന്ന കണക്കിൽ 4 ഏക്കറിൽ 60 ടൺ വിളവ് ലഭിക്കും. 24 തൃശൂർ.